ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇത് പാർട്ട് 2 ആണ്. നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ്. സോ ഗാംകനെ പറ്റിയിട്ടും കുറച്ച് സിമ്മിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു പാർക്കിലാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ്. ഇവിടെ ആൾക്കാർ കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കൊക്കെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 600 KD മിനിമം നിങ്ങളുടെ ഇത്തനാമലിൽ കാണിച്ചാലാണ് നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുന്ന വിസ നമ്പർ 20 വിസ ആയിരിക്കണം. സോ നമ്പർ 20 വിസ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തനാമൽ 600 KD ഉള്ളവർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാനേജേഴ്സ്, പിന്നെ കുറച്ച് തരമായിട്ടുള്ള പ്രൊഫഷൻസ് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം. അവർക്കൊക്കെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്താലും നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ കമ്പനി നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് തരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക കമ്പനികളും അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ക്യാമ്പായിരിക്കാം, ചിലവർക്കൊക്കെ അക്കോമഡേഷനിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ എൻ്റെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ തരും, പക്ഷേ നമ്മുടെ അക്കോമഡേഷൻ്റെ ചാർജസ് അവർ നമ്മളിൽ നിന്ന് കട്ട് ചെയ്യും, നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. സോ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. എപ്പോഴും കമ്പനി അക്കോമഡേഷൻ കുറച്ച് കുറവായിരിക്കും. പക്ഷേ എനിക്ക് കമ്പനി തരുന്ന അലവൻസിൽ തന്നെ പുറത്ത് എനിക്കൊരു ഷെയറിങ് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 3rd റൂം ഞാൻ മാറിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് ഇപ്പോൾ റേറ്റ് എന്നൊക്കെ പറയണം നിങ്ങൾക്ക് 20 KD തൊട്ട് ഷെയറിങ് ബെഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 20 KD തൊട്ട് നമുക്കൊരു 50 KD വരെയൊക്കെ ഷെയറിങ് ബെഡ്സ് അവൈലബിൾ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒറ്റ റൂമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റേറ്റാണ് ഒരു 55 KD തൊട്ട് 100 KD ഒക്കെ വരുന്നുണ്ട്. ഒറ്റ റൂം, ഒരു സിംഗിൾ ചെറിയൊരു റൂമാണെന്നുണ്ടെങ്കിൽ. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 120 KD കിട്ടും ഫസ്റ്റ്. പിന്നെ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഏരിയയും കൂടി കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സിറ്റി സെൻറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ കൂടും. നോർമലി ഒരു ഷെയറിംഗ് ബെഡൊക്കെയാണ് എല്ലാവരും എടുക്കാറുള്ളത്. നമ്മൾ ഫാമിലി ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഷെയറിംഗ് ബെഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. സോ 20 KD മുതൽ 45 KD വരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു റേറ്റ്, ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 40 KD സുഖമായിട്ട് ഒരു സിറ്റിയിലാണെങ്കിലും നമുക്ക് കിട്ടും. ഷെയറിങ് ആയിരിക്കും. ചിലപ്പോൾ റൂമിൽ 4 പേരോ അല്ലെങ്കിൽ 3 പേരൊക്കെ ഉണ്ടാവും. പക്ഷെ ഒട്ടുമിക്ക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു 40 KD കിട്ടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 11,000 രൂപയൊക്കെ വരും ഇവിടുത്തെ ഒരു മാസത്തെ ഷെയറിങ് റൂം റെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വരാറുള്ള ഒരു കോമൺ ക്വസ്റ്റ്യനാണ്, ഇതെങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമുക്കൊരു ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. സോ അതിലും ചില ടൈമിലൊക്കെ ഞാൻ കാണാറുണ്ട് അവിടെ വരുന്നത്. പിന്നെ ഡ്യൂബിസൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ OLX ആയിരുന്നു, ഇവിടുത്തെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഡ്യൂബിസൽ കുവൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും കാണാറുണ്ട്. പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും നമുക്ക് റൂം റെൻ്റ് കിട്ടുന്നതാണ്. സോ ഇങ്ങനെയൊക്കെയാണ് റൂം റെൻ്റ് നമുക്ക് വരുന്നത്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇവിടുത്തെ ഇൻ്റർനെറ്റും പിന്നെ ഇതുപോലത്തെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും 5G അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ പല പല നെറ്റ്വർക്ക്സ് ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് ഇവിടെ ഓറിഡോ, പിന്നെ STC, സെയിൻ, ഈ 3 എണ്ണമാണ് മെയിനായിട്ട് എല്ലാ സ്ഥലത്തും ഉള്ളത്. പിന്നെ ഫ്രണ്ടി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ വിർജിൻ മൊബൈലും ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ നിൽക്കുന്ന ഏരിയയുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്ന വർക്ക് ഏരിയയിൽ ഏതാണോ റേഞ്ച് കൂടുതൽ, നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന വീട്ടിൽ ഏതാണോ റെൻറ്റ് നിൽക്കുന്ന വീട്ടിലുള്ള റേഞ്ച് ഉള്ളത് അതെടുക്കാൻ ശ്രമിക്കുക.
പിന്നെ ഇതിൻ്റെ വീഡിയോയും നമ്മൾ കുറേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊരു വീഡിയോയിൽ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഓറിഡോ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഇവിടെ വരുന്നത് മന്ത്ലി 6 KD ആണ്. പല ടൈമിലൊക്കെ ചില ടൈമിലൊക്കെ ഓഫർ കിട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് 2.5 KDക്ക് 3 KDക്ക് മാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ 6 KD ആണ് നമുക്ക് മന്ത്ലി ഇങ്ങനെ റീചാർജ് ചെയ്ത് പോകുന്നത്. പിന്നെ ബാങ്കിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുവൈറ്റിൽ ഒരുപാട് ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് കുവൈറ്റിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വരുന്ന ബാങ്കുകളുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന കുറേ ബാങ്കുകളുണ്ട്. സോ നിങ്ങൾ ബാങ്കുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ സാലറി, അതായത് നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ സാലറി ഇടുന്ന ഒരു ബാങ്ക് ഉണ്ടാവും, അവർക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ടാവും. സോ അതെടുക്കാനായിരിക്കും കുറച്ചും കൂടി റെക്കമെൻഡഡ് ആയിട്ടുള്ള സംഭവം. കാരണം നിങ്ങളുടെ കമ്പനി അവരും തമ്മിലൊരു ടൈപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ KFH അതുപോലെ തന്നെ ഗൾഫ് ബാങ്ക് അങ്ങനത്തെയൊക്കെ അലൗഡാണ്. പക്ഷേ അവരൊരു മിനിമം സാലറി ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ KFH ആണ്, ഇപ്പോൾ കുവൈറ്റ് ഫിനാൻസ് ഹൗസ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ 400-ലൊക്കെയാണ് നമുക്ക് സാലറീഡ് ആയിട്ടുള്ള നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിന് 0 ബാലൻസ് അക്കൗണ്ടാണ് ഇവിടെ വരുന്നത്. സോ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളുടെ കമ്പനി ഏതാണോ അലൗ ചെയ്തിട്ടുള്ളത്, നമ്മുടെ കമ്പനി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് എടുക്കാറ് സാധാരണ. നോർമലി ഞങ്ങളുടെ ഗൾഫ് ബാങ്കാണ്. സോ ഞാൻ ഗൾഫ് ബാങ്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറണം, സ്വിച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അതും പോസിബിളാണ്. ഈ പറഞ്ഞ പോലെ സാലറി ക്രൈറ്റീരിയ അതിൽ പറ്റുന്നതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് നാട്ടിലെ പോലെ സേവിങ്സ്, ഇപ്പോൾ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇനി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ മിനിമം ബാലൻസ് ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നിലവിൽ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളുടെ സിഡി അക്കൗണ്ട് എന്നൊക്കെ പറയും, വർബ ബാങ്കിൻ്റെയാണ്. അത് നമ്മുടെ മൊബൈലിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, സിവിൽ ഐ ഡി ഉള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ ട്രാൻസാക്ട് ചെയ്യാം. അതിൽ കുറച്ച് ഇങ്ങനെ ട്രാൻസാക്ഷൻസിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും, പക്ഷെ എന്നാലും അത് സിമ്പിളായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. ഗ്രോസറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് എല്ലാ നമ്മുടെ നാട്ടിലത്തെ പെട്ടിക്കട പോലെ തന്നെ ഇവിടെയുണ്ട്. ബക്കാല എന്നാണ് ഇവിടെ പറയുന്നത്, ഷോപ്പിൻ്റെ അറബിക് വേർഡ്. സോ ബക്കാലകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് ഗ്രാൻഡ്, നെസ്റ്റോ പോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ്സുകളുണ്ട്. ലുലു എക്സ്പ്രസ് ഒക്കെ തൊട്ട് നമ്മുടെ എല്ലാ സിറ്റീസിൽ തന്നെ തൊട്ട് അടുത്തുള്ള ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ നിങ്ങളുടെ വീടിൻ്റെയൊക്കെ അവിടെ പരിസരത്ത് ഉണ്ടാവും. ഗ്രാൻഡും നെസ്റ്റോവും പിന്നെ ലുലു എക്സ്പ്രസ് ഒക്കെയാണ് ഇവിടെ, ലുലു ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ മാംഗോ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫ്ലയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റേഴ്സൊക്കെ അവൈലബിൾ ആണോ, നല്ല നല്ല കിഡിലൻ ഓഫേഴ്സൊക്കെ ചില സമയത്ത് ഇടും. അപ്പോൾ നമ്മൾ ഓഫേഴ്സൊക്കെ നോക്കി നമുക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബൾക്കായിട്ട് നിങ്ങൾ എമൗണ്ടിൽ ഇപ്പോൾ ഒരു മന്ത്ലി വാങ്ങുന്നതാണ് എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. അത് ഇവിടെ ഞാനൊക്കെ മെയിനായിട്ട് നെസ്റ്റോവും പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡിലുമാണ് മെയിനായിട്ട് പോവാറ്, ലുലുവിലും പോവാറുണ്ട്. സോ അങ്ങനെ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് കാർഡൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ, റിവാർഡ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക എല്ലാ സംഭവത്തിലും, ഇപ്പോൾ മാർക്ക് ആൻഡ് സേവ് എടുത്തു കഴിഞ്ഞാലും ലുലു എടുത്തു കഴിഞ്ഞാലും നെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അവർക്കൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്, കസ്റ്റമർ പ്രോഗ്രാംസ് ഉണ്ട്. സംഭവം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് പിന്നെ നമുക്കത് റിഡീം ചെയ്തെടുക്കാനും വരുന്ന ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് വരാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇരുട്ടായിട്ടോ, സോ അതുകൊണ്ടാണ് കുറച്ച് ഡൗൺ ആയത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഒരു 5:15 ആകുമ്പോൾ തന്നെ നമ്മളുടെ ഇവിടുത്തെ സൂര്യനൊക്കെ പോയി ബൈ ഒക്കെ പറഞ്ഞ് ഇവിടെ നല്ല ഇരുട്ടാവും. ഇപ്പോൾ ഏകദേശം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പത്തൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ കഴിയുള്ളൂ. പൊതുവേ നല്ല മടിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നാമത് തണുപ്പാണ്, പുറത്തിറങ്ങണം. പിന്നെ റൂമിൽ നിന്ന് ചില ടൈമിലൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്കിങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് ശല്യപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാനായാലും ഫിനാൻഷ്യലി ഭയങ്കര സെറ്റിൽഡ് ഒന്നുമല്ല. നമുക്കും ഇങ്ങനെ സിംഗിൾ റൂമൊക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്ക് ആയിട്ടില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ആഴ്ചത്തെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഗ്രോസറി പർച്ചേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ തൊട്ട് അവിടെ തന്നെ ഒരു ലുലു എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ആ ലുലു എക്സ്പ്രസ് ഈ സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ഈ പൈസ മാനേജ് ചെയ്യാനാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ നമുക്ക് എക്സ്പെൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ കൊണ്ടുവരണം.
അതിലാണ് നമ്മൾ ഒട്ടുമിക്ക പ്രവാസികളും ഫെയിലായി പോകുന്നത്. കാരണം നമുക്ക് നാട്ടിൽ കുറച്ച് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കും. സോ നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലായ്മ വരാറുണ്ട്. എനിക്ക് പൊതുവേ വരാറുള്ളൊരു സംഭവമാണ്. ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. നമുക്ക് നാട്ടിലേക്ക് അയക്കുന്നതാണ് കുറച്ചും കൂടി സന്തോഷം. ഇവിടെ നമ്മൾ എങ്ങനെയായാലും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ജീവിച്ച് പോകാമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാ പ്രവാസികളും ജീവിക്കുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു അഗൈൻ.